ഹലോ ഗൈസ്, അപ്പം ഇന്നൊരു കുട്ടി വ്ളോഗായാലോ. സോ ഞാൻ UK വന്നിട്ട് 3 വർഷമായിട്ടോ. പക്ഷെ വ്ളോഗ് എടുക്കുന്നത് ആദ്യമായിട്ടാണ്. ചേച്ചി അമ്മലൊക്കെ ഉണ്ടായിരുന്നു, പോട്ടെ. അപ്പം ഞാൻ ഇന്ന് ഷിഫ്റ്റിന് പോകുന്ന ഒരു ഡേ കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ ബസ്സിനാണ് പോകുന്നത്. ബസ്സിന് പോകുമ്പോൾ പുറത്തത്തെ വ്യൂ ആണ് കേട്ടോ. എന്ത് രസമാണെന്നറിയാം ഇവിടെ സ്ഥലങ്ങൾ കാണാൻ. ഭയങ്കര ക്വയറ്റ് ആയിട്ടുള്ളൊക്കെ ഏരിയ കേട്ടോ. അങ്ങനെ ഞാനിവിടെ എത്തി. വീട്ടിലെത്തിയിട്ടോ. വീട്ടാണത്. ഇവിടുത്തെ വീട്ടിലത്തെ പട്ടിക്കുട്ടിയാണ്. അപ്പം ഞാൻ ക്ലയൻറ്റിനെ ടീ ഒക്കെ ഉണ്ടാക്കി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് മെഡിക്കേഷൻ കൊടുത്തു. അത് കഴിഞ്ഞ് നോട്ട്സൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ക്ലിയർ ചെയ്തു. അത് ഞാൻ പുറത്തിറങ്ങി ഇവിടെ നോക്ക്, നിറച്ച് ഫ്ലവേഴ്സാണ് കേട്ടോ. ഇതൊക്കെ ഇവർ തന്നെ ഓർഗനൈസ് ചെയ്ത് സെറ്റ് ചെയ്യുന്നതാണ് ഫ്ലവേഴ്സ്. അത് കഴിഞ്ഞ് ഇവിടെ പുറത്ത് നോക്കും, ദൈവമേ ഒരു രക്ഷയില്ലാത്ത കാറ്റാട്ടോ. ഞാൻ അതിൻ്റെ ഇടയിൽ കുറേ ഷോയൊക്കെ കാണിച്ച് മുടിയൊക്കെ അയച്ചിട്ട് പ്രാന്തത്തിയുടെ പോലെ നോക്ക്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ഒരു പോണ്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി ചുമ്മാ കല്ലൊക്കെ എറിഞ്ഞ് ചുമ്മാ കളിച്ചവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് ചേച്ചി പറഞ്ഞു ഇവിടെ ഒരു ക്യാൻഡിൽ ഉണ്ടാക്കുന്ന സ്ഥലമുണ്ട്. അവിടെയൊക്കെ പോയി ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് സ്ഥലം. ഭയങ്കര ഹിസ്റ്റോറിക്കൽ ഫീലൊക്കെ തോന്നി. കാരണം അവിടെ മെഴുകുതിരി ഉണ്ടാക്കാം, പിന്നെ പഴയ സാധനങ്ങൾ, ക്ലോക്ക്, പ്ലേറ്റ്സ്, ഒക്കെ പഴയതാണ്. അങ്ങനെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പുറത്ത് നല്ല മഴ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ചേച്ചി പറഞ്ഞു ഇവിടെ അടുത്തൊരു കടലുണ്ടെന്ന്. അപ്പം ഞങ്ങൾ ആ കടലിൻ്റെ അവിടേക്ക് പോണ വഴിയാട്ടോ. കടലെത്തി. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ പോയി കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. വെള്ളത്തിന് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ചുമ്മാ കാല് നനച്ച് ഞങ്ങൾ പോകുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിതേ പോകുന്ന വഴിയാണ് കേട്ടോ. ഇതൊക്കെ നല്ല രസം. അവിടുത്തെ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. നമ്മൾ അങ്ങോട്ട് പോയില്ല, അവർ ഇങ്ങോട്ട് വന്ന് നമ്മളോട് സംസാരിക്കും. നമ്മൾ ഓക്കെ അല്ലേ, നമ്മൾ ഫുഡൊക്കെ കഴിച്ചോ എന്നൊക്കെ ചോദിക്കും. പിന്നെ അവരുടെ വീടും നല്ല രസമാണ്. അവർ നന്നായിട്ട് വീട് ഓർഗനൈസ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ അതും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയി. വീട്ടിലോട്ട് പോണ വഴി ചേച്ചി എന്നോട് ഡ്രോപ്പ് ചെയ്ത് ചേച്ചി പോയി. അത് എൻ്റെ വീട്ടിലോട്ട് പോണ വഴിയാണ് കേട്ടോ. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യണേ. ഓക്കെ, അപ്പോൾ ടാറ്റാ, ബൈ.